ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ SCERT പാഠഭാഗങ്ങൾ പാർട്ട് 16 10ാം ക്ലാസ്സിലെ പാഠഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠഭാഗമാണ് എടുക്കുന്നത്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ അവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ഇത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു നിരീക്ഷണമാണ്. അദ്ദേഹം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെപ്പറ്റി 1941 നടത്തിയ നിരീക്ഷണമാണ്. ഇതിലെന്തൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് ഉപേക്ഷിക്കേണ്ടി വരും, ദുരിതപൂർണമായ ഇന്ത്യയെ ആയിരിക്കും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോകുന്നത് എന്നാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അഭയാർത്ഥി പ്രവാഹം നോക്കാം. വിഭജന ഇന്ത്യയിലെ ഒരു സാധാരണ കാഴ്ചയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായി വർഗീയ ലഹളകൾ നടന്നു. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂഷിതമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായിട്ട് 10 ദശലക്ഷം പേര് അഭയാർത്ഥികളായിട്ട് സഞ്ചരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയുകയും ചെയ്തു. ഇനി ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് പറഞ്ഞത്? നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെ പറ്റി നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. ഇന്ത്യ വിഭജനത്തിന് ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജി കൊല്ലപ്പെടുന്നത് 1948 ജനുവരി 30 രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി നമുക്ക് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ് നോക്കേണ്ടത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായിട്ട് നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനമാണ്. ഇത് ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി മലയാളിയായ VP മേനോനെ അദ്ദേഹം നിയമിച്ചു. സ്റ്റേറ്റ് സെക്രട്ടറി ആരായിരുന്നു? മലയാളിയായിട്ടുള്ള VP മേനോനായിരുന്നു. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൻ്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി മലയാളിയായ VP മേനോനായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന ഒരു ലയന കരാർ ഇൻസ്ട്രക്ഷൻ ഓഫ് അക്സഷൻ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ഈ ലയന കരാർ അനുസരിച്ച് പ്രതിരോധം, അതുപോലെ വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നു. പക്ഷേ ഒപ്പുവെക്കാത്ത നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഇവരെന്താണ്? ഒപ്പുവെക്കാതെ വിസമ്മതിച്ച് നിന്നു. പിന്നീട് അനുരഞ്ജനത്തിലൂടെ അതുപോലെ സൈനിക നടപടിയിലൂടെയൊക്കെ
രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇനി അടുത്തത് വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. മേഘേ ധാക്കധാര. മേഘേ ധാക്കധാര എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ഋതിക് ഘട്ടക്കാണ്. ഋതിക് ഘട്ടക്കാണ് മേഘേ ധാക്കധാര സംവിധാനം ചെയ്തത്. അതുപോലെ MS സത്യവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്. MS സത്യവിൻ്റെ സിനിമ ഏതാണ്? ഗരം ഹവയാണ്. അതുപോലെ ഗോവിന്ദ് നിഹലാനിയുടെ സിനിമ തമസ്. പമേല റുക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ്. ഒന്നുകൂടി പറയാം ഏതൊക്കെയാണ് സിനിമകളെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമകൾ മേഘേ ധാക്കധാര, അതുപോലെ ഗരം ഹവ, തമസ്, ട്രെയിൻ ടു പാകിസ്ഥാൻ. മേഘേ ധാക്കധാര സംവിധാനം ചെയ്തത് ആരാണ്? ഋതിക് ഘട്ടക്കാണ്. അതുപോലെ ഗരം ഹവ MS സത്യവിൻ്റേതാണ്. MS സത്യവിൻ്റെ സിനിമയാണ് ഗരം ഹവ. തമസ് ഗോവിന്ദ് നിഹലാനിയുടെയാണ്. ഗോവിന്ദ് നിഹലാനിയുടെ സിനിമയാണ് തമസ്. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റുക്സിൻ്റെ സിനിമയാണ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങളുണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഇതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയുണ്ടായി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്രാൻസിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഒക്കെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനമൊക്കെ. ഇത്രയും പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷമാണ് 1954. പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം ഇതൊക്കെ ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. ഇതൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് 1954. ഇനി പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ ദിയു ഒക്കെ. ഇത് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് 1961. നമ്മൾ നോക്കുന്നത് VP മേനോനെ കുറിച്ചാണ്. പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. വർഷമൊക്കെ ഓർത്തിരുന്നോണം. 1894 ജനിക്കുന്നത്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനിക്കുന്നത്. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ അദ്ദേഹം ജോലി നോക്കിയിരുന്നു. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചത് VP മേനോനാണ്. 1952 ഒറീസയിൽ ഗവർണറായിട്ട് ചുമതലയേറ്റു. 1952 അദ്ദേഹം ഒറീസയിലെ ഗവർണറാകുന്നത്. ഓർത്തോണം, 1952 ഒറീസയിലെ ഗവർണറാകുന്നത്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ഇൻറ്റിഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ബുക്കുകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബുക്സ് ഏതൊക്കെയാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻറ്റിഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻറ്റിഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇത് രണ്ടും ആരുടെയാണ്? VP മേനോൻ്റെ ബുക്കുകളാണ്. ഇനി നമുക്ക് ഭരണഘടനാ രൂപീകരണം, അതുപോലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പൊക്കെയാണ് നോക്കാനുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതുപോലെ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. അതിൻ്റെ അധ്യക്ഷനായിട്ട്, അതിൻ്റെ ചെയർമാനായിട്ട് നിയമിച്ചതാരെയാണ്? BR അംബേദ്കറിനെയാണ്. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. അങ്ങനെ 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 1950 ജനുവരി 26. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു.
ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലായിരുന്നു. 51-52 കാലയളവിലായിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു. ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടായിരുന്നു. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ച വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരാനായിട്ട് തുടങ്ങി. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം നമുക്കറിയാം. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനായിട്ട് തുടങ്ങി. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് ആദ്യം മുന്നോട്ട് വന്നത് പോറ്റി ശ്രീരാമലുവാണ്. അദ്ദേഹം ആ ആവശ്യവുമായിട്ട് നിരാഹാര സമരം തുടങ്ങി. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടയുകയും ചെയ്തു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം ആന്ധ്ര എന്ന സംസ്ഥാനമാണ് ആദ്യം ഉണ്ടാകുന്നത്. 1953 രൂപീകരിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഈ ഒരു സംഭവത്തിന് ശേഷം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അങ്ങനെ രൂപീകരിച്ചു. ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫസൽ അലിയായിരുന്നു. അതുപോലെ HN കുൻസ്രു, മലയാളിയായിട്ടുള്ള KM പണിക്കർ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത് 1956 ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും അതുപോലെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ആദ്യമായിട്ട് 14 സംസ്ഥാനങ്ങളും അതുപോലെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. പിന്നീട് പല ഘട്ടങ്ങളായിട്ട് പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ആണുള്ളത്? 29 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇത് പഴയ പുസ്തകമായിട്ടാണ് ഇങ്ങനെ ഉള്ള കണക്ക്. ശരിക്കും എത്രയാണ്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഒരെണ്ണം എന്താണ്? സ്റ്റേറ്റ് ക്യാപിറ്റൽ ടെറിട്ടറി ഉണ്ട്. ഏതാണ്? ന്യൂഡൽഹി. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. അപ്പം നമ്മളിനി നോക്കുന്നത് സാമ്പത്തികമായിട്ട് ഇന്ത്യ എങ്ങനെ മുന്നേറി, സാമ്പത്തിക മേഖലയിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റമാണ്. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ അതുപോലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായിട്ടുള്ള ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കിയിട്ട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു. ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊള്ളുന്നത്. സ്വാതന്ത്ര്യത്തിനു ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർദ്ധിച്ചു. 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ അങ്ങനെ നിലവിൽ വന്നു. ഇനി നമുക്ക് ആസൂത്രണ കമ്മീഷനെ പറ്റി നോക്കാം. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഇതിൻ്റെ നിലവിൽ വരുമ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ വൈസ് ചെയർമാൻ ആരാണ്? ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. അതുപോലെ
മറ്റ് അംഗങ്ങളായിരുന്നു ടി കൃഷ്ണമാചാരിയും CT ദേശ്മുഖും. ആസൂത്രണ കമ്മീഷൻ്റെ മറ്റ് അംഗങ്ങളായിരുന്നു ടി കൃഷ്ണമാചാരിയും CT ദേശ്മുഖും. അപ്പോൾ ആരൊക്കെയായിരുന്നു? അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. അതുപോലെ വൈസ് ചെയർമാൻ ആരായിരുന്നു? കുൽസാൽലാൽ നന്ദയായിരുന്നു. അതുപോലെ മറ്റംഗങ്ങളായിരുന്നു ടി കൃഷ്ണമാചാരിയും CT ദേശ്മുഖും. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് പദ്ധതികൾ ആസൂത്രണ കമ്മീഷന് മുന്നോട്ട് വെച്ചിരുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളെ എങ്ങനെയാണ് അറിയപ്പെട്ടത്? പഞ്ചവത്സര പദ്ധതികൾ എന്നാണ്. 1951 തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യയെ സഹായിച്ചു. കാർഷിക വ്യാവസായിക മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ്ജ ഉൽപ്പാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. വിദേശ സഹായത്താൽ നിർമ്മിച്ച ആ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ഭിലായി, ബൊക്കാറോയും. ഓർത്തിരിക്കുക, ഭിലായി, ബൊക്കാറോ ഇത് രണ്ടും സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. ഇനി ജർമ്മനിയുടെ സഹായത്താലാണ് റൂർക്കേല, അതുപോലെ ബ്രിട്ടൻ്റെ സഹായത്താലാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിക്കുന്നത്. അപ്പോൾ റൂർക്കേല നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്, ഉണ്ടല്ലോ, അപ്പോൾ ജർമ്മനി, റൂർക്കേല അങ്ങനെ ഓർക്കാം. അതുപോലെ ബ്രിട്ടൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ് ദുർഗാപൂർ. എന്ന് പറയുന്നത് ബി പോലെ നമുക്ക് എഴുതാമല്ലോ, അപ്പോൾ ബ്രിട്ടൻ എന്ന് ഓർത്താൽ മതി. ഇനി ഭിലായിയും ബൊക്കാറോയും ഓർത്തിരിക്കുക, സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താലാണ്. അപ്പോൾ ഇത് നാലും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലവും അതുപോലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുത ഊർജവും ഇതിൽ നിന്ന് ലഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ്യ നദീതട പദ്ധതിയായ ഭക്രാനങ്കൽ പദ്ധതി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമാണ്. അപ്പം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമായ പദ്ധതി ഏതാണ്? ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായിട്ടുള്ള ഭക്രാനങ്കൽ പദ്ധതിയാണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഭക്രാനങ്കൽ പദ്ധതിയാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനമല്ലേ ഒക്ടോബർ 2, അപ്പോൾ ആ ദിവസം തന്നെ തുടക്കം കുറിച്ചു. അപ്പോൾ 55 പദ്ധതികൾക്കാണ് 1952 ഒക്ടോബർ 2 തുടക്കം കുറിക്കുന്നത്. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനമുണ്ടായി. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിൽ അതുപോലെ വ്യവസായവൽക്കരണത്തിലൊക്കെ സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അഭൂതപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചു. നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ അങ്ങനെ നിലവിൽ വന്നു. ഇനി നമുക്ക് അതിലെ നിലവിൽ വന്ന ചില ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്, അതുപോലെ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ പദ്ധതി, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ഏതൊക്കെയാണ്? ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, അതുപോലെ ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, പിന്നെന്താണ്? ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി ഇതിൻ്റെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ഭാഭയും അതുപോലെ SN ഭട്നാഗറും കൂടെ ചേർന്നിട്ടായിരുന്നു. ഹോമി ജെ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, അതുപോലെ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. ഇവരുടെ നേതൃത്വം ആർക്കാണ്? ഹോമി ജഹാംഗീർ ഭാഭയ്ക്കാണ്. ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായി. ലോകോത്തര നിലവാരത്തിലുള്ള
നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ ആ കാലത്ത് സ്ഥാപിതമായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ 1954 അതുപോലെ 64 ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IITകൾ 54 64 ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. ശാസ്ത്ര സാമഗ്രികളുടെയും അതുപോലെ വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഇതിന് അടിസ്ഥാനമായത്. ഈ IIT ഒക്കെ വരാനുള്ള കാരണം എന്താണ്? നെഹ്റുവിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടാണ്. എന്താണ്? ശാസ്ത്ര സാമഗ്രികളുടെ അതുപോലെ വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവര സാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകളിൽ ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായിട്ട് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് എന്നാണ്? 1962 അതിനെ തുടർന്ന് 1969 ISRO വരുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നേതൃത്വം ഇതിൻ്റെ കീഴിലായി. അപ്പോൾ ആദ്യം വന്നത് എന്താണ്? 1962 ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതിയായിരുന്നു വന്നത്. അതിനുശേഷം എന്താണ്? 1969 ISRO വരുന്നു. ISROയുടെ രൂപീകരണത്തോടെ എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നേതൃത്വം ISROയുടെ കീഴിലാവുകയാണ്. തിരുവനന്തപുരത്തിന് അടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായിട്ട് 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായിട്ട് വിക്ഷേപിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ്? ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇപ്പോൾ നമുക്കുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയും അതുപോലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയും അതുപോലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും എന്താണ്? ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഉള്ള നമുക്ക് ഇന്നുള്ള ഏജൻസികളാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് ഏതൊക്കെ? അഗ്നി, പൃഥ്വി തുടങ്ങിയവ. ഡോക്ടർ രാജാ രാമണ്ണ അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ആണവ രംഗത്ത് പരീക്ഷണങ്ങൾ നടത്തി. നമുക്ക് ആദ്യം ഇവരെ പറ്റി നോക്കാം. വിക്രം സാരാഭായി അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇവരെ രണ്ടുപേരെ പറ്റി ഒന്ന് നോക്കാം. വിക്രം സാരാഭായി ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ്. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. അതുപോലെ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായിയാണ്. എന്തിൻ്റെയൊക്കെയാണ്? തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അതുപോലെ അഹമ്മദാബാദിൽ എന്താണ്? ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം. ഇതിൻ്റെയൊക്കെ ശില്പി ആരാണ്? വിക്രം സാരാഭായിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്ന പേര് നൽകി. VSSC എന്ന പേര് നൽകി. ഇനി നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പറ്റി നോക്കാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ്. അതുപോലെ ശാസ്ത്രജ്ഞനും ഗവേഷകനുമാണ്. മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനുമാണ് അദ്ദേഹം. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായിട്ടുള്ള SLV-3 അതുപോലെ PSLV ഇതൊക്കെ വികസിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്താണ് വിളിക്കുന്നത്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചാന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേഷണങ്ങളുടെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായിട്ടുള്ള ചന്ദ്രയാന് 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു.
ചന്ദ്രയാൻ 1 എന്നാണ് 2008 ഒക്ടോബറിലാണ്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. അതുപോലെ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായിട്ടുള്ള ചൊവ്വ ദൗത്യം, ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യം എന്താണ് അറിയപ്പെടുന്നത്? മംഗൾയാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗൾയാനാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാണ്? മംഗൾയാനാണ്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇപ്പോൾ എന്താണ്? ഗഗൻയാനിലെത്തിയിരിക്കുകയാണ് അല്ലേ? ഇനി നമുക്ക് വിദ്യാഭ്യാസം നോക്കാം. ഡോക്ടർ DS കോത്താരിയുടെ ഒരു കോഴ്സാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും ചോദിക്കുന്നതാണ്, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ് എന്ന്. ആരാണ്? ഡോക്ടർ DS കോത്താരിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അതുപോലെ ശുപാർശകൾ സമർപ്പിക്കുന്നതുമായിട്ട് ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായിട്ട് വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. ഇനി നമുക്ക് അത് ഏതൊക്കെ കമ്മീഷനുകളാണ് എന്ന് നമുക്ക് നോക്കാം. 1948 നിയമിച്ച കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. ലക്ഷ്യം എന്തായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. ശുപാർശകൾ, ഇതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? ഈ കമ്മീഷൻ്റെ ശുപാർശകൾ എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC രൂപീകരിക്കണം, അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. പിന്നെന്താണ് പറഞ്ഞത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. ഇത്രയുമായിരുന്നു ശുപാർശകൾ. ഇനി നോക്കുന്നത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. നിയമിക്കുന്നതെന്നാണ്? 1952. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിച്ചതെന്നാണ്? 1948. ഡോക്ടർ മുതലിയാർ കമ്മീഷൻ 1952. എന്തായിരുന്നു ലക്ഷ്യം? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഉള്ള പഠനമായിരുന്നു ലക്ഷ്യം. ഇനി ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, അതുപോലെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധ ഉദ്ദേശ്യ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത് ആരുടെ ശുപാർശയായിരുന്നു? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ശുപാർശയായിരുന്നു. അതുപോലെ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണമെന്നും അതുപോലെ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അതുപോലെ അധ്യാപക പരിശീലന സമിതി ആരുടെ ശുപാർശയായിരുന്നു? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ശുപാർശയായിരുന്നു. അടുത്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. എന്നാണ് നിയമിക്കുന്നത്? 1964. 1964 ഡോക്ടർ DS കോത്താരി കമ്മീഷനെ നിയമിക്കുന്നത്. ലക്ഷ്യം എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം കൊടുത്തത് ആരാണ്? DS കോത്താരി കമ്മീഷനാണ്. എന്തൊക്കെയാണ്? 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, അതുപോലെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, അതുപോലെ മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട എന്താണ്? 10, +2, +3 മാതൃക കൊണ്ടുവന്നത് ആരാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകരിച്ചു. അപ്പോൾ ചോദിക്കുന്നതാണ്, ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചതെന്നാണ്? 1986. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അതുപോലെ തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഏതിലാണ് പറയുന്നത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ഇനി ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം.
ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ദേശീയ വിദ്യാഭ്യാസ നയം 1986 നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പിന്നെന്താ പറഞ്ഞത്? പ്രൈമറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും അതുപോലെ സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുമായിട്ട് എന്ത് വരണമെന്ന് പറഞ്ഞു? ഏത് പദ്ധതിയാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പിന്നെന്ത് പറഞ്ഞു? ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇത് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തിരിക്കുക. ഇനി നമുക്ക് മൗലാന അബ്ദുൽ കലാം ആസാദിനെ പറ്റി നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11. നവംബർ 11 എന്ത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ് നവംബർ 11? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. അന്നാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളതാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ബുക്കാണ്? ചോദിക്കുന്നതാണ്. ആരുടെ ബുക്കാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബുക്കാണ്. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കി. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കുന്നത് ഏത് വർഷമാണ്? 2009. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പാക്കി വരുന്നുണ്ട്. സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി എന്ന് മുതലാണ് നടപ്പാക്കി വരുന്നത്? 2018 മുതലാണ്. ഏതൊക്കെ പദ്ധതികളാണ് സംയോജിപ്പിച്ചത്? കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ, അതുപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചാണ് ഏത് വന്നത്? സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി വരുന്നത്. അപ്പോൾ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി എന്നാണ് വരുന്നത്? 2018. ഇനി നമുക്ക് സാംസ്കാരിക നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാംസ്കാരിക മേഖലയിലും വൻ പുരോഗതി നേടുകയുണ്ടായി. ഇന്ത്യക്ക് തനതായിട്ടുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഇനി നമുക്ക് അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഏതൊക്കെയാണ് സാംസ്കാരിക സ്ഥാപനങ്ങൾ? സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇതൊക്കെയാണ്. ഇതിൻ്റെ എല്ലാ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇനി സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നോക്കാം. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്. ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ആൻഡ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സംഗീത നാടക അക്കാദമി അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. ഇനി ലളിതകലാ അക്കാദമി, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമായിട്ടുള്ള സ്ഥാപനം ഏതാണ്? ലളിതകലാ അക്കാദമിയാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നോക്കാം. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായ സ്ഥാപനമാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. അപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രവർത്തനം എന്താണ്? എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. ഇനി നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ്? കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗത്തിലെ കുറച്ച് ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായിട്ടുള്ള സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ഇത് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്.
വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് നെഹ്റുവിൻ്റെ വാക്കുകൾ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ് ഇനി നോക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ: സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. സാമ്രാജ്യത്വത്തോട് അതുപോലെ കൊളോണിയൽ വ്യവസ്ഥയോട് ഒക്കെയുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. ഇതൊക്കെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കുന്നത് പഞ്ചശീല തത്വങ്ങൾ എന്ത് എന്നാണ്. 1954 ചൈനയുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയും ചൈനയും കൂടി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. എപ്പോഴാണ്? അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ. ഏത് വർഷമാണ് ഒപ്പിടുന്നത്? 1954. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻലായുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടത്. ചൈനയുമായിട്ട് ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു പഞ്ചശീല തത്വങ്ങൾ എന്ന് നോക്കാം. 5 എണ്ണമാണ്. പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുമ്പം 5 എണ്ണമാണുള്ളത്. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നുള്ളതാണ് 1. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. പരസ്പരം ആക്രമിക്കാതിരിക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക. ഇത്രയുമാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, സമത്വം, പരസ്പര സഹായം പുലർത്തുക, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക. 2ാം ലോക യുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. മുന്നേ ഉള്ള പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്താണ്. അതിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതിൽ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.